നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നതും പ്രാർത്ഥിക്കാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശോയോടൊപ്പം ചെയ്യുന്നതും ഈശോ ഇല്ലാതെ നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ഒറ്റയ്ക്ക് ചുമന്ന ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. താങ്ങാൻ ഈശോ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആ ഒരു പ്രതിസന്ധി എന്തെങ്കിലുമൊക്കെ വന്നത് മറികടക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമല്ലോ, ഒരിക്കലും നമ്മുടെ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മത്സ്യവും കിട്ടുന്നില്ല. ഈശോ വഞ്ചിയിൽ കയറി നിന്നിട്ട് പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ നീ ആഴങ്ങളിലേക്ക് വലയെറി. പത്രോസ് എന്താ ചെയ്യണേ? ഈശോ പറഞ്ഞത് കേട്ട് അനുസരിച്ച് വലയെറിഞ്ഞു. വഞ്ചി മുങ്ങാറാകുവോളം വല കീറാറാവുവോളം മത്സ്യം കിട്ടിയെന്നുള്ളതാ. ഈശോ നിന്റെ ജീവിതമാകുന്ന വഞ്ചിയിലുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കുക. നീ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, നീ പഠിക്കുമ്പോൾ, നീ വിവാഹം ചെയ്യാൻ പോകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പുതിയൊരു തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഈശോയുടെ കൂട്ട് പിടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ ചിന്തകളാണോ, നിന്റെ ആഗ്രഹം മാത്രമാണോ? ഈശോയെ ചേർത്ത് പിടിക്കാത്ത ചിന്തകളും തീരുമാനങ്ങളും ഒക്കെ തീരുമാനങ്ങൾ നല്ലതായിട്ട് മാറുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകണം. ഈശോയെ ചേർത്ത് പിടിക്കണം. ഈശോ ഉള്ളതും ഈശോ ഇല്ലാത്തതും തമ്മിൽ തെക്കും വടക്കും പോലെയുള്ളൊരു ദൂരമുണ്ട് എന്നുള്ളതാണ്. ഈശോയെ ചേർത്ത് പിടിക്കുക. ശിഷ്യൻ ഒരിക്കല് ഈശോ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ വചനം പ്രഘോഷിക്കുമായിരുന്നു, രോഗികളെ സുഖപ്പെടുത്തുമായിരുന്നു. അപ്പൊ 4 പേര് ചേർന്ന് ഒരു തളർവാദ രോഗിയെ മേൽക്കൂര വിളിച്ച് താഴേക്ക് ഇറക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് ആ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രയത്നം കണ്ടോ, ആ പ്രയത്നത്തിന്റെ എൻഡ് വരുന്നത് ഈശോയിലേക്കാണ്. ഈശോയിലേക്കുള്ളൊരു യാത്രയായിരുന്നു ആ 4 പേരും കൂടി നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ ഈശോയിലേക്ക് ചെല്ലണം. നമ്മളുടെ പ്രയത്നങ്ങളെല്ലാം ഈശോയോടൊപ്പം ആയിരിക്കണം. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു ചേട്ടായി ഷോപ്പ് വെഞ്ചരിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഷോപ്പ് ഒരു പ്രാവശ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് ഷോപ്പ് വെഞ്ചരിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. വർഷത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമൊക്കെ ഷോപ്പ് വെഞ്ചരിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഈശോയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശോയുടെ ഒരു കയ്യൊപ്പ് എൻ്റെ ഷോപ്പിൽ എപ്പോഴും ഉണ്ടാകണം. ഈശോ 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 ഈശോയാണ് ഈ ഷോപ്പിന്റെ എല്ലാം. ഈ ഷോപ്പിനെ ഇങ്ങനെ ആശീർവദിച്ച് വെഞ്ചരിച്ചൊക്കെ കഴിയുമ്പോൾ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുണ്ടോ. ഈശോയോടൊപ്പം യാത്ര ചെയ്യുകയാണ്, ഈശോയുടെ കൂട്ടുകൂടി മുന്നോട്ട് പോവുകയാണ്. ചില സമയത്ത് ഈ ധ്യാന കേന്ദ്രത്തിൽ ചില ഫാമിലീസ് ഒക്കെ വരും, കാറ് ഒരു അച്ഛ ഒന്ന് വെഞ്ചരിച്ചതാണ്, ഒരു കൊല്ലമായി അച്ഛ ഒന്ന് വെഞ്ചരിക്കുക. അതെന്തുകൊണ്ടാ? ഈശോയുടെ കൂടെ ഉണ്ടാകണം. ഈശോ എൻ്റെ വാഹനത്തെ എൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞു പിടിക്കണമെന്നുള്ളൊരു ആഗ്രഹവും ഉള്ളതുകൊണ്ടാണ് ഈശോയുടെ കൂടെ നടക്കുക. ആ ഒരു ജീവിതമാണ് ഏറ്റവും സന്തോഷകരം, ഏറ്റവും സമാധാനം ഉള്ളത്. അപ്പൊ ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ കൂടെ നടക്കാൻ കൃപ നൽകണമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.